സെക്കൻഡ് ഡേ നമ്മളിതാ പോകുന്നത് അബാദ് ബ്രൂക്ക് സൈഡിലേക്കാണ്. വയനാട് ലക്കിടിയിൽ നിന്ന് ഒരുപാട് മുകളിലായിട്ടാണ് കേട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അബാദ് ബ്രൂക്ക് സൈഡ്. അപ്പോൾ അതാ നേരെ കാണുന്നതാണ് ഇവരുടെ റിസപ്ഷൻ കൗണ്ടർ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാം കേട്ടോ. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. നമ്മളുടെ റൂം വരുന്നത് ഗാർഡൻ വ്യൂ വിത്ത് ബാൽക്കണി ആയിരുന്നു കേട്ടോ. 7 ഏക്കേഴ്സിലുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഭയങ്കര ബിസി ലൈഫിൽ നിന്ന് മാറി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം ചെക്ക് ഇൻ ചെയ്താൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ, നടന്നൊന്ന് കാണാനായിട്ട്. ഈവനിങ് ആയപ്പോൾ ഇവർ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ക്ലബ് സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും വാട്ടർമെലൺ ജ്യൂസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും നമ്മൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങളും കൂടെ കാണാനറിയാം. അങ്ങനെ ഈവനിങ്ങിൽ ചെറിയൊരു നേച്ചർ വോക്കൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിൽ തിരിച്ചെത്തിട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഹെവിറ്റിന് ചെറിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഒരു കുട്ടി സർപ്രൈസ് കേട്ടോ. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു സർപ്രൈസ്. പിന്നെ നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബൊഫേ ഡിന്നർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി ബ്രെഡ് ടോസ്റ്റും സോസേജും കുറച്ച് കട്ട് ഫ്രൂട്ട്സും എടുത്തു. പിന്നെ അതിന് ശേഷം പുട്ടും കടലക്കറിയും ട്രൈ ചെയ്തു. ആൻഡ് ലാസ്റ്റ് ചോക്കോസും കോൺഫ്ലെക്സും കുറച്ച് വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങി. ഇത് നമ്മൾ റിസപ്ഷനിൽ പോയപ്പോൾ കണ്ട ആളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ആനിവേഴ്സറി ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.